ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നമ്മളിന്ന് +1 മാത്സിലെ ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ട്രിഗണോമെട്രിയിൽ നമുക്ക് 8 മാർക്ക് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷയ്ക്കും വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സോ ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ ഈ പാഠത്തിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ഇവിടെ കുറച്ച് ബേസിക് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അത് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് നന്നായി എഴുതി പഠിക്കുക ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ. കാരണം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സെക്ഷനല്ല, നന്നായി എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം എടുത്തിട്ടുണ്ട്. ഇതാണ് ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ മറ്റൊരു സെക്ഷനും കേട്ടോ. ഒന്നാമത്തെ π/4 റേഡിയൻ ഈക്വൽ ടു ഡാഷ് ഡിഗ്രി. ഇവിടെ പറയുന്നത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കുറേ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. റേഡിയനെ ഡിഗ്രിയിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഡിഗ്രീനെ റേഡിയനിലേക്ക് ആക്കുക, ഇങ്ങനെ ഒരു കൺവേർഷൻ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് റേഡിയൻ ആണ്. റേഡിയൻ തന്നിട്ട് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മാർക്കാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ എക്സ് തന്നിട്ടുണ്ട് 3/5 ആണ്. അത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ് തന്നു. അതിൻ്റെ ബാക്കി വാല്യൂസ് കാണുക, കോസ് എക്സും ടാൻ എക്സും കണ്ടുപിടിക്കുക, 2 മാർക്ക്. ഇതാണ് ചോദ്യം. നമുക്കിതെങ്ങനെയാണ് ആൻസർ ചെയ്യുക, അതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമുക്ക് റേഡിയൻ തന്നിരിക്കുകയാണ്. സോ ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ ക്വസ്റ്റ്യൻ. π/4 എന്ന് പറയുന്നത് റേഡിയൻ ആണ്. പൈ വാല്യൂ എന്നൊക്കെ തന്നാൽ അത് പൈ ആയിട്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് റേഡിയൻ ആണ്. എപ്പോഴും റേഡിയനെ ഡിഗ്രിയിലേക്ക് ആക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് റേഡിയൻ, π/4 എന്നാണ് റേഡിയൻ തന്നിട്ടുള്ളത്. ആ റേഡിയൻ തന്നിരിക്കുന്ന മെഷറിനെ ഇൻറ്റു 180/π ചെയ്താൽ നമുക്ക് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി മെഷർമെൻറ്റിലേക്ക് മാറ്റണം. ഡിഗ്രിയിലേക്കാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡിഗ്രി വാല്യൂ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 180/π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയൻ നിങ്ങൾക്ക് തരുന്നു, റേഡിയൻ തരും, അതിന് ഡിഗ്രിയിലേക്ക് ആക്കാൻ എപ്പോഴും ചെയ്യേണ്ടത് 180/π വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്കിവിടെ 180 കട്ട് ചെയ്ത് പോവും. ബാക്കി നമുക്കിവിടെ എന്താ ആൻസർ വരിക, ഇതിൽ നമുക്ക് ബാക്കി ആൻസർ വരിക 180/4 എന്ന് നിങ്ങൾക്ക് കിട്ടും. അത് 180നെ 4 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. 180/4 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വാല്യൂ. ഇതൊക്കെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. എപ്പോഴും മാത്സിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ ഒപ്പം കയ്യിൽ വെക്കുക കേട്ടോ. 180/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 45 ഡിഗ്രി. അത്രയാണ് മെഷേഴ്സ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സംഭവം മനസ്സിലായി വിചാരിക്കുന്നു. 45 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. സോ നോക്കി വയ്ക്കുക, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലത്തെ വേറെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ റേഡിയനെ ഡിഗ്രിയിലേക്ക് ആക്കാനും ഡിഗ്രീനെ റേഡിയനിലേക്ക് ആക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. റേഡിയൻ ടു ഡിഗ്രി ആണെങ്കിൽ 180/π ആണ്. 180/π ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ 180 ആണ് മുകളിൽ. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്താ, നമുക്ക് സൈൻ എക്സ് തന്നിട്ടുണ്ട്. സൈൻ എക്സ് ഈക്വൽ ടു 3/5 എന്നാണ്. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്നൊരു തന്നു. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ കോസ് എക്സും ടാൻ എക്സും എന്താണെന്നാണ് ചോദ്യം. കോസ് എക്സ് എന്താ, ടാൻ എക്സ് എന്താ, വേറെ ഒന്നും വേണ്ട, ഇത് രണ്ടും മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ഒരു കോഡ് ഉണ്ട്. ആ കോഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ്, ഇങ്ങനെ വരയ്ക്കുക. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ് കേട്ടോ. ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓൾ സ്റ്റുഡൻറ്റ് ലൈക്ക് ടീ ഓർ കോഫി എന്നുള്ളൊരു കോഡ് ഓർത്ത് വയ്ക്കുക. ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഓൾ പോസിറ്റീവ് എന്നാണ് അർത്ഥം. സൈനും കോസും ടാനും കൊസീക്കും സീക്കും എല്ലാം പോസിറ്റീവ്. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ സൈനുമാണ്. സൈനും കൊസീക്കും പോസിറ്റീവ് എന്നാണ് അർത്ഥം. സൈനും അതിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള, അതിനെ തിരിച്ചിട്ടാൽ കിട്ടുന്ന കൊസീക്കും പോസിറ്റീവാണ്. ഇനി ടാൻ, ടി എന്ന് പറഞ്ഞാൽ ടാൻ ആണ്. ടാനും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോട്ടും പോസിറ്റീവാണ്. കോഫി എന്ന് പറഞ്ഞാൽ കോസും സീക്കും പോസിറ്റീവാണ്. ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇത് അറിഞ്ഞിരിക്കുക, ഈ സംഭവം അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആരൊക്കെയാണ് പോസിറ്റീവ്, സൈനും അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി സൈൻ എക്സ് തന്നിട്ടുണ്ട് 3/5.
അപ്പോൾ അത് പോസിറ്റീവ് കൊടുക്കുക. അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, സൈനിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക, 5/3 തിരിച്ചിടുക കേട്ടോ. 3/5 ആണെങ്കിൽ 5/3 ആണ് കൊസീക്ക് വരിക. അത് രണ്ടും നിങ്ങൾ പോസിറ്റീവ് കൊടുക്കുക. കാരണം സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഇത് നമുക്കവിടെ കോസും ടാനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യുക, എക്സ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ സൈൻ 3/5 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 3യും ഹൈപ്പോട്ടന്യൂസ് 5 എന്നാണ് അർത്ഥം. സൈനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. സൈൻ എക്സ് ഈക്വൽ ടു 3/5 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം, എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3യും ഹൈപ്പോട്ടന്യൂസ് 5 എന്നാണ് അർത്ഥം. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് സൈനിൻ്റെ ഇക്വേഷൻ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 3യും 5ഉം. അപ്പോൾ നമുക്ക് ഈ ചെറിയ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ചെറിയ സൈഡ് എങ്ങനെ കാണാം, ചെറിയ സൈഡ് കാണാൻ റൂട്ട് ഓഫ് വലിയ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റേ ചെറിയ സൈഡ് കുറയ്ക്കുക. 5² - 3² ചെയ്താലാണ് ഈ സൈഡ് കിട്ടുക കേട്ടോ. ഈ ചെറുത് 25 - 9 16 എന്ന് വരും, അതായത് 4. അപ്പോൾ ഈ സൈഡ് 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ചോദിച്ചിട്ടുള്ളത് കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ ഇക്വേഷൻ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ്. അഡ്ജസൻറ്റ് സൈഡ് 4/5 ആണ്. നെഗറ്റീവ് കൊടുക്കണം. സൈനും കൊസീക്കിനും മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കോസ് നെഗറ്റീവാണ്. ഇനി ഇവിടുത്തെ ടാൻ ചോദിച്ചിട്ടുണ്ട്, ടാൻ എക്സ് ചോദിച്ചാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അത് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ ടാനിൻ്റെ ഇക്വേഷൻ എന്താ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4. അതും നമ്മൾ നെഗറ്റീവ് എന്ന് കൊടുത്താൽ ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് ആ ഒരു ചോദ്യം. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതേ വർഷം തന്നെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ കോസ് എക്സും ടാൻ എക്സ് എഴുതിയാൽ മതി. കോസ് എക്സ് -4/5ഉം ടാൻ എക്സ് -3/4ഉം. അപ്പോൾ അതിൻ്റെ ആൻസർ കഴിഞ്ഞു കേട്ടോ. ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ മൊത്തം നമുക്കൊരു 9 മാർക്കിന് ഈ പാഠത്തിൽ നിന്ന് ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. 9 മാർക്കിനാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നന്നായി ശ്രദ്ധിച്ചോളൂ. അതേ വർഷം ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് tan π/4 + x divided by tan π/4 - x is equal to 1 + tan x/1 - tan x the whole square. ഇത് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നു നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ സൈഡ് തുടങ്ങുക, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തണം. 3 മാർക്കാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. എന്താ തന്നിട്ടുള്ളത്, tan π/4 + x ഡിവൈഡഡ് ബൈ tan π/4 - x ചെയ്ത് ഇതിൽ ഈ സൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങി ഇതിലേക്ക് എത്തണം. സോ കിട്ടേണ്ടത് ഇങ്ങനെയാണ്, 1 + tan x/1 - tan x the whole square എന്ന് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഇതിവിടെ നമുക്ക് തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി വരിക, നമുക്ക് അതിലേക്ക് എത്തിക്കണം. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ആദ്യം എഴുതുക. tan π/4 + x ഡിവൈഡഡ് ബൈ tan π/4 - x എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി tan π/4 + x-ന് ഇക്വേഷൻ ഉണ്ട്, tan π/4 - x-ന് രണ്ടിനും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 2 ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. tan π/4 + x-ൻ്റെ ഇക്വേഷൻ tan π/4 + tan x. ആദ്യം മുകളിൽ എഴുതുക. മുകളിൽ എന്താ എഴുതിയത്, tan π/4 + tan x ഡിവൈഡഡ് ബൈ, ഇത് ഈ മുകളിലത്തെ ആളെ കുറിച്ച് മാത്രമാണ്, ഇത് നമ്മൾ എഴുതിയിട്ടില്ല. ഈ മുകളിലത്തെ ആൾ ഇക്വേഷനാണിത്. സോ tan π/4 + tan x ഡിവൈഡഡ് ബൈ തൊട്ട് താഴെ 1 - ഇത് തന്നെ എഴുതുക. എന്ത്, tan π/4 ഇൻറ്റു tan x എന്ന് തന്നെ നിങ്ങൾ എഴുതുക. കണ്ടോ, ഇതാണ് ഈ മുകളിലുള്ള ആളുടെ ഇക്വേഷൻ. ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി താഴെയുള്ള ആളുടെ ഇക്വേഷൻ വേറെ ഉണ്ട്. ഇനി നമുക്ക് താഴത്തെ ആളുടെ ഇക്വേഷൻ ഇതേപോലെ എഴുതാം. എങ്ങനെ, tan π/4 - tan x ഡിവൈഡഡ് ബൈ, ഇനി 1 എന്ന് വേണം കൊടുക്കാൻ. ഇവിടെ പ്ലസ് ആയപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് കൊടുത്തു. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആണ് കൊടുക്കുക. 1 ഇത് തന്നെ എഴുതാം, tan π/4 ഇൻറ്റു tan x. ഇതാണ് ഇക്വേഷൻ, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് ഈ കെടുക്കുന്നത്. കണ്ടോ, ഈ മുകളിലുള്ള ആളുടെ ഇക്വേഷൻ ഇതാണ്, ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഈ ആളുടെ ഇക്വേഷനാണ് ഈ താഴെ കെടുക്കുന്നത്.
ഓക്കെ, ഇനി ടാൻ പൈ ബൈ ഫോറിൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ. ടാൻ പൈ ബൈ ഫോറിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 പ്ലസ് ടാൻ എക്സ് എന്ന് മുകളിൽ വരും. 1 പ്ലസ് ടാൻ എക്സ് മുകളിൽ വന്നു. ഇനി ഇവിടെ 1 മൈനസ് ഇതും 1 ആയി അല്ലേ. ടാൻ പൈ ബൈ 4 1 അല്ലേ. സോ 1 ഇൻറ്റു ടാൻ എക്സ് ടാൻ എക്സ്. ഇവിടെ 1 ആണ്. സോ 1 ഇൻറ്റു ടാൻ എക്സ് ടാൻ എക്സ്. സോ അടിയിൽ 1 മൈനസ് ടാൻ എക്സ് എന്ന് വന്നു. ഹോൾ ഡിവൈഡഡ് ബൈ ഇനി താഴെ ടാൻ പൈ ബൈ 4 1 ആണ്. സോ 1 മൈനസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ എന്താവും ടാൻ പൈ ബൈ 4 1 ആണ്. ഇത് 1 ആണ്. സോ 1 ഇൻറ്റു ടാൻ എക്സ് ടാൻ എക്സ് 1 പ്ലസ് ടാൻ എക്സിന് താഴെയും വരും. ഇതേപോലെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് സംഭവിക്കുക ഇത്രയാണ്. ഈ 1 പ്ലസ് ടാൻ എക്സും 1 പ്ലസ് ടാൻ എക്സും ഇത് മുകളിലേക്ക് കയറും. ഈ 1 പ്ലസ് ടാൻ എക്സിൻ്റെ അടുത്തേക്ക് താഴത്തെ ആൾ പോയിട്ട് 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാവും. കണ്ടോ, ഈ ആൾ മുകളിലേക്ക് കയറും. സോ 1 പ്ലസ് ടാൻ എക്സും 1 പ്ലസ് ടാൻ എക്സും കൂടി ഇൻറ്റു ചെയ്തിട്ട് 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇവർ രണ്ടാൾ ഒരുമിച്ച് ചേർന്നിട്ട് 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. നമുക്ക് ആൻസർ ലാസ്റ്റ് കിട്ടി. 1 പ്ലസ് ടാൻ എക്സ് മുകളിലെ 1 മൈനസ് ടാൻ എക്സ് താഴെ രണ്ടിനും ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. കണ്ടോ, ഇത് നന്നായി എഴുതി പഠിക്കണം. ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. സോ ഇത് നമ്മൾ ചെയ്തു വന്നു, നമുക്ക് ഇതുപോലെ കിട്ടി. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പഠിക്കുക, ഇതിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് പഠിക്കുക. ടാൻ പൈ ബൈ 4 ഒക്കെ 1 ആണ്. സോ 1 പ്ലസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ എക്സ്. ഇവിടെ 1 മൈനസ് ടാൻ എക്സ് 1 പ്ലസ് ടാൻ എക്സ് എന്നുള്ളത് വരും. മുകളിലേക്ക് കയറ്റിയാൽ ഇതുപോലെ ആവും കേട്ടോ. നന്നായി എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 3 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതിൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. തൊട്ട് താഴെ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദ ഇക്വേഷൻ cos 3x plus cos x minus cos 2x equal to 0. ഇങ്ങനെ തന്നിട്ട് ഇത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഒരു പറയണത്. എക്സ് ഓക്കെ 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. മൊത്തം 6 മാർക്ക് കേട്ടോ. 3 കൂടി 6 മാർക്കിന് ചോദ്യമാണ്. തന്നിട്ടുള്ളത് ഇതാണ്. cos 3x പ്ലസ് കോസ് എക്സ് മൈനസ് കോസ് 2x ചെയ്യുമ്പോൾ 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും എന്നാണ് ഇവർ ചോദിക്കണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവർ രണ്ടുപേരും ആദ്യം ഒന്ന് ചെയ്യാം. ഓക്കെ, ഇയാളവിടെ നിൽക്കട്ടെ. കോസ് 3x പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ആദ്യം ചെയ്യാം. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇത് എക്സ് ഇത് വൈ കേട്ടോ. കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഇക്വേഷൻ എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 cos x plus y by 2 cos x minus y by 2 എന്നാണ് ഇക്വേഷൻ. ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുണ്ട്. കണ്ടോ, കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് പ്രകാരം എഴുതാം. 2 cos എക്സിൻ്റെ അവിടെ ആരാ 3x, ഇനി വൈയുടെ അവിടെ ആരാ x by 2, ഇനി കോസ് എക്സ് മൈനസ് വൈ ബൈ 2. എക്സ് എന്ന് പറഞ്ഞാൽ 3x, y എന്ന് പറഞ്ഞാൽ x by 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 cos 3xും എക്സും കൂടി 4x by 2 എന്ന് വരും. 4x by 2. ഇനി ഇവിടെ 3xും എക്സും കുറയ്ക്കുമ്പോൾ 3xന്ന് ഒരു എക്സ് പോയാൽ 2x by 2. അപ്പോൾ ആൻസർ 2 cos 4/2 എന്ന് പറഞ്ഞാൽ 2x. രണ്ടും പോയാൽ വെറും cos x. ഇങ്ങനെ കിട്ടി നമുക്ക്. കണ്ടോ, അപ്പോൾ നമ്മൾ ഈ 2 സൈഡ് ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് 3xും കോസ് എക്സും കൂട്ടിയിട്ട് കോസ് 2x കുറയ്ക്കണം. ഇതാണ് ചോദ്യം. ഇതിന് എക്സ് കാണാനാണ്. നമ്മളിപ്പോൾ ഇതാണ് ചെയ്തത്. ഈ 2 സെക്ഷൻ നമ്മൾ ചെയ്തു വന്നു. നമ്മളിതാ കോസ് എക്സ് പ്ലസ് കോസ് വൈയുടെ ഇക്വേഷൻ വെച്ച് ചെയ്ത് നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കാം. 2 cos 2x cos x മൈനസ് നമുക്കിനി ഇവിടെയുള്ള വാല്യൂ ഉണ്ട്, ഇത് എഴുതണം. ഇത് ചെയ്തു, ഇതിൻ്റെ ആൻസർ കിട്ടി, അതിവിടെ ഇട്ട് കൊടുത്തു. ഇനി cos 2x എഴുതിക്കോ. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് cos 2x 2 വന്നിട്ടുണ്ട്. കണ്ട, cos 2x 2 ഉണ്ട്. ആ cos 2x നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2 cos 2x ഉണ്ട്. ആ 2 cos 2xനെയും പുറത്തേക്ക് എടുത്താൽ ബാക്കി 2 cos x മൈനസ് ഇത് മൊത്തം പോകുമ്പോൾ 1 എന്നും വരും കേട്ടോ. ഇതും പുറത്തേക്ക് പോയാൽ ബാക്കിയുള്ളത് 2 cos x മൈനസ് ഇവിടെ 1 എന്നും വരും. ഇത് ഈക്വൽ ടു 0 എന്നാണ് ഇവർ തന്നിട്ടുള്ളത്. cos 2x
ഇൻറ്റു 2 cos x മൈനസ് 1 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സ് എന്ത് വരും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത്രയും നമ്മൾ എത്തി. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇനി എക്സ് കണ്ടുപിടിച്ചാൽ മതി. സോ പുറത്തേക്ക് നമ്മൾ cos 2x ആണ് എടുത്തത്. ഉള്ളിലെ 2 cos x മൈനസ് 1 ഇത് 0 ആണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവർ രണ്ടാൾ ഉപയോഗിച്ച് നമ്മൾ ഇക്വേഷൻ പ്രകാരം ചെയ്തെത്തി. അത് നമ്മളിത് ഇവിടെ ഇട്ട് കൊടുത്തു, ഇത് ഇട്ട് കൊടുത്തു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇനി നമ്മളിതിന് ഓരോന്നിനും ഓരോ പീസാക്കുക. cos 2x ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു പീസാക്കുക, 2 cos x മൈനസ് 1 എന്നുള്ളതും ഒരു പീസാക്കുക. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, ഇത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. cos 2x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എപ്പോഴാണ് കോസ് 0 ആവുക? നമുക്ക് ആക്ച്വലി കോസ് 0 ആവുന്നത് കോസ് 90 ഡിഗ്രിയിലൊക്കെയാണ് 0 ആവുക. അതായത് 2xൻ്റെ വാല്യൂ ഇവരെപ്പോഴാണ് കോസ് എപ്പോഴാണ് 0 ആവുക എന്ന് പഠിച്ചു വെക്കുക. കോസ് എപ്പോഴും 0 ആവുക 2n+1 ഇൻറ്റു π/2ലാണ് കേട്ടോ. 2n+1 ഇൻറ്റു π/2. ഈ 2 താഴത്തേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2n+1 ഇൻറ്റു π/4 എന്നാണ്. അതായത് ഈ ഒരു വാല്യൂവിലാണ് കോസ് എപ്പോഴും 0 ആവുക. സോ കോസ് 2x 0 ആവുന്ന കണ്ടീഷൻ പഠിക്കുക. 2x ഇങ്ങനെ വരുമ്പോഴാണ് 90 ഡിഗ്രി കണ്ടോ, π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. കോസ് ഇവിടെ ഒരു 90 ഡിഗ്രി എന്ന് വന്നാലാണ് 0 ആവുക. അപ്പോൾ π/2 വരണം. ഈ 2 താഴത്തേക്ക് കൊടുക്കുമ്പോൾ π/4 ആയിക്കോളും. സോ ഇതാണ് എക്സിൻ്റെ ഒരു വാല്യൂ. അതേപോലെ നമുക്ക് ഇവിടെ 2 cos x ഈക്വൽ ടു -1 അങ്ങോട്ട് പോകുമ്പോൾ +1. സോ cos x ഈക്വൽ ടു 1/2. ഈ 2 താഴത്തേക്ക് പോകും. ഇനി ഇവിടുത്തെ ചോദ്യം എന്താ? കോസ് എപ്പോഴാണ് 1/2 എന്ന് വരിക എന്നാണ് ചോദിക്കണേ. കോസിൻ്റെ വാല്യൂ എപ്പോൾ 1/2 വരും? കോസിൻ്റെ വാല്യൂ π/3ലാണ് 1/2 എന്ന് വരിക, അറിഞ്ഞിരിക്കുക. സോ കോസ് 0 ആവുക π/2ലും, കോസ് 1/2 ആവുക π/3ലുമാണ്. സോ എക്സിൻ്റെ വാല്യൂ 2n π ± π/3 എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ ഇവിടെ 2n+1 π/2, ഇവിടെ 2nπ + π/3 ± വരുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സെക്ഷൻസ് ആണ്. സോ കോസ് 0 ആവുന്നത് എവിടെയാണെന്നുള്ളതും കോസ് 1/2 ആവുന്നത് എവിടെയെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇതാണ് എക്സിൻ്റെ രണ്ട് വാല്യൂസ്. ഇതാണ് ഈ ഒരു പ്രോബ്ലം. ഇങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നന്നായി എഴുതി പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എഴുതി പഠിച്ചെങ്കിലാണ് ഇതൊക്കെ നമുക്ക് ഓക്കെ ആവുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ വിച്ച് ഇൻ്റർവെൽ f of x equal to cos x increases from -1 to 0? ഈ ചോദ്യം ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഒരു 1 മാർക്ക്, 3 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്താ? cos x എന്ന് പറയുന്നത് -1ന് 0ലേക്ക് ആവുക എപ്പോഴാണ്? അതാണ് ചോദ്യം. -1 to 0 ഇതിങ്ങനെ ഇൻ്റർവെൽസ് പഠിച്ചു വെക്കണം. cos x ഈ വാല്യൂ -1 to 0ലെ -1 to 0 എന്ന് പറയുന്ന ഇൻ്റർവെല് ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ -1 to 0 എന്ന് പറഞ്ഞാൽ ഏതാണെന്നാണ് ചോദിക്കണം. cos x -1 to 0 ആവുക എപ്പോഴാണ്? ഓക്കെ, സോ cos x -1 ആവുക cos πയിലാണ്, അറിഞ്ഞിരിക്കുക. cos π നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ ഇട്ടെടുത്താൽ കാണാം. cos π ആണ് -1 എന്ന് പറയുന്നത്. അതേപോലെ cos 3π/2 ആണ് 0 കേട്ടോ. അപ്പോൾ -1ഉം 0 വരുന്നത് ഏത് ഇൻ്റർവെല്ലാണ്? π to 3π/2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലാണ്. π to 3π/2. അപ്പോൾ ആൻസർ π to 3π/2. ഇതിൻ്റെ ഉള്ളിലാണ് വാല്യൂ -1ഉം 0യും വരുന്നത് കോസിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ sin x ഈക്വൽ ടു 3/5 ആണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വീണ്ടും ചെയ്യുന്നില്ല, അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി റൈറ്റ് ദ ഡിഗ്രി മെഷർ. ഡിഗ്രിയിലേക്ക് ആക്കാനാണ് 5π/3ന്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഡിഗ്രി മെഷറിലേക്ക് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5π/3 എന്ന് പറയുന്ന റേഡിയൻ നിങ്ങൾക്ക് തന്നു. 5π/3 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റേഡിയൻ. ഇതിനെന്തിലേക്ക് മാറ്റണം? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? തന്നിരിക്കുന്ന റേഡിയന് ഇൻറ്റു ഡിഗ്രി ആകുമ്പോൾ 180/π വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഡിഗ്രിയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ. സോ ഇവിടുത്തെ പൈയും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി നോക്കുക. 180 × 5. ആദ്യം 180 × 5 ചെയ്യുക. 180 × 5 900 ആണ് വരിക. ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ ആൻസർ കിട്ടും 300 ഡിഗ്രിന്ന് നമുക്ക്
ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ 300 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ ഡിഗ്രിയിലേക്ക് ആക്കാൻ പറഞ്ഞാൽ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ആ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ തന്നെ നമുക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ചോദ്യം. 3 മാർക്ക് വെച്ചിട്ട് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് 3 sin π/6 ഇൻറ്റു sec π/3 ഇൻറ്റു -4 sin 5π/6 ഇൻറ്റു cot π/4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ പീസും നമുക്ക് അറിയണം, അതിലിട്ട് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു പ്രൂഫിൻ്റെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. cos x 4x ആണത് കേട്ടോ. cos 4x cos 3x പ്ലസ് cos 2x 3 എണ്ണം മുകളിലും 3 എണ്ണം താഴെയും ചെയ്യുമ്പോൾ cot 3x എന്ന് ആൻസർ കിട്ടണം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നിങ്ങൾ ഒരു ടേബിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സൈന്, കോസ്, ടാന് ഇവരെ 3 ആളുടെയും വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ടേബിൾ സത്യം പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള സെക്ഷനല്ല. അതൊരു ഒരൊറ്റ റോ മാത്രമേ പഠിക്കേണ്ടുള്ളൂ. ഒരു റോ പഠിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് സിമ്പിളാണ് കേട്ടോ. ഒരു ടേബിളാണ് ഞാൻ തരുന്നത്. ഇത് വേണ്ട, എന്താ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. സൈന് കൊടുക്കുക, കോസ് കൊടുക്കുക, ടാന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തോ. നമുക്കിത് പഠിക്കണം, നിർബന്ധമായിട്ട് ഈ പഠിക്കണം. ഈ പാഠം മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. 0 ഡിഗ്രിയാണ് ഫസ്റ്റ് വരുന്നത്, 0. പിന്നെ നിങ്ങൾക്ക് π/6 വരുന്നുണ്ട്, പിന്നെ π/4 വരുന്നുണ്ട്, π/3 വരുന്നുണ്ട്, π/2 വരുന്നുണ്ട്, പൈയും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് കാൽക്കുലേറ്ററിൽ പണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാൽക്കുലേറ്ററിൽ ഇതൊന്നും ആൻസർ കിട്ടുന്നില്ല. പോയിന്റ് ആയിട്ടൊക്കെയാണ് ആൻസർ കിട്ടുക. സോ ഇത് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സൈനിൻ്റെ ഒരു റോ നിർബന്ധമായിട്ടും പഠിക്കുക. സൈൻ്റെ റോ മാത്രം പഠിച്ചാൽ ബാക്കി കോസും ടാനും എളുപ്പമാണ്. സൈൻ 0 ആണെന്ന് പഠിക്കുക. സൈൻ പൈ എന്ന് പറഞ്ഞാൽ അത് 0 ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക. സൈൻ 0 ആണ്, സൈൻ പൈ എന്ന് പറയുന്ന വാല്യൂയും 0 ആണ്. ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി സൈൻ π/6 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സൈൻ π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. സൈൻ π/2 1 ആണ്. ഇങ്ങനെ ഈ റോ പഠിച്ചു വെക്കണം. ഈ ഒരൊറ്റ റോ നിങ്ങൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി കോസ് ചോദിച്ചാൽ എളുപ്പമാണ്. ഈ 0യുടെ നേരെ താഴെ -1 എന്ന് കൊടുത്തു കേട്ടോ. അതവിടെ സെറ്റ് ചെയ്ത് വെച്ചോ. 0യുടെ നേരെ താഴെ -1. ഇനി കോസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതാം. ഇവിടെ 1 അല്ലേ, അത് 1. ഇവിടെ √3/2 അല്ലേ, അപ്പോൾ ഇവിടെ √3/2. ഇവിടെ 1/√2 1/√2 1/2 0. കണ്ടോ, ഇത് നോക്കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതാം. 1 √3/2 1/√2 1/2 0. അപ്പോൾ ആദ്യം ഒരു റോ പഠിക്കുക, പിന്നെ ഇവിടുന്ന് നേരെ റിവേഴ്സ് ഇവിടെ എഴുതുക. 1 എഴുതി, √3/2 എഴുതി, അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ ഇവിടെ എഴുതാം. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടാൻ കിട്ടും. ഓക്കെ, 0/1 എന്താ, 0 ആണ്. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ 2ഉം പോയിട്ട് 1/√3 എന്നാവും. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ടാൻ കിട്ടും. ടാൻ എങ്ങനെ കിട്ടുക, രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. ഈ രണ്ടെണ്ണം കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ 2 പോയിട്ട് 1/√3 എന്ന് കിട്ടും. ഇവിടെ √2 പോയാൽ 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം പോയാൽ √3/1 എന്ന് പറഞ്ഞാൽ √3. ഇവിടെ 1/0 അൺഡിഫൈൻഡ് അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻ ആണ് കേട്ടോ. 1/0 0 അല്ല, അത് നോട്ട് ഡിഫൈൻ ആണ്. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടാനിൻ്റെ വാല്യൂ 0. ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് പഠിക്കുന്നതാണ് നല്ലത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ മാർക്ക് കിട്ടും. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, നിങ്ങൾക്കത് ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് ആ ചോദ്യം ചെയ്യാം കേട്ടോ. ഞാൻ അതിന് വേണ്ടി ഒരു പേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടേബിൾ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വന്നാൽ എത്രയും വേഗം ഈ ടേബിൾ ഒന്ന് ആദ്യം എഴുതി വയ്ക്കുക. ആദ്യം ഹെഡിങ്ങുകൾ നോക്കുക. 6 4 3 2 അങ്ങനെ പോയാൽ മതി. 6 4 3 2 1 π/6 π/4 അങ്ങനെ കൊടുക്കുക. ഫസ്റ്റ് റോ മാത്രം പഠിക്കുക,
പിന്നെ ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് റിവേഴ്സ് ഇടുക, ഡിവൈഡ് ചെയ്താൽ ടാനും കിട്ടി കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ ചോദ്യം നോക്കാം. ഇവിടെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രൂവ് ദാറ്റ് 3 sin π/6 ഇൻറ്റു സീക്ക് π/3 മൈനസ് 4 sin 5π/6 കോട്ട് π/4 ഈക്വൽ ടു 1. അതായത് ഇതിൽ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് 1 നമുക്ക് കിട്ടണം. അപ്പോൾ ചോദ്യം ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. 3 sin π/6 ഇൻറ്റു സീക്ക് π/3 മൈനസ് 4 sin 5π/6 5π/6 എന്ന് വന്നു. പിന്നെ ഇൻറ്റു കോട്ട് π/4. ഇതാണ് ചെയ്യേണ്ടത്. ഇതിൽ ഓരോ പീസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ 1 കിട്ടണം. നമുക്കപ്പോൾ ഓരോ പീസ് ആദ്യം ചെയ്യാം. ആദ്യം സൈൻ π/6ൻ്റെ വാല്യൂ എടുത്ത് എഴുതാം. സൈൻ π/6 അതിന് ഈ ടേബിൾ അറിയണം. സൈൻ π/6 സൈൻ്റെ π/6 എത്രയാണ്? 1/2. അപ്പോൾ അത് എഴുതി വെച്ചു, 1/2. അത് കഴിഞ്ഞു. രണ്ടാമത്തത് സീക്ക് π/3 എന്നാണ് ചോദ്യം. സീക്ക് π/3 എന്നാണ് ചോദ്യം. നമുക്കിവിടെ സീക്കില്ല, പക്ഷെ കോസ് π/3 കണ്ട് നേരെ തിരിച്ചിട്ടാൽ സീക്കായി. എന്താ ചെയ്യേണ്ടത്? സീക്ക് ചോദിച്ചാൽ കോസ് π/3 കാണാം, അതിനെ തിരിച്ചിടുക. അപ്പോൾ കോസിലെ π/3 എത്ര നോക്കിയതാ? കോസിലെ π/3 1/2 ആണ്. നോക്കി നിങ്ങൾ, കോസിലെ കോസ് എന്നുള്ള സെക്ഷനിലേക്ക് പോവുക. കോസിലെ π/3 കോസിന് നേരെ π/3 1/2 ആണ്. അതിനെ തിരിച്ചിടുക. 1/2 തിരിച്ചിടുമ്പോൾ എന്താ? 2/1 എന്ന് പറഞ്ഞാൽ 2. അതാണ് സീക്ക് π/3. അപ്പോൾ കോസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. കോസിൻ്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. കോസ് 1/2 ആണെങ്കിൽ സീക്ക് 2/1 ആണ്. ഇനി അപ്പോൾ അത് കിട്ടി. ഇത് കിട്ടി. ഇനി അടുത്തത് സൈൻ 5π/6 ആണ്. അത് നമുക്കൊരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. സൈൻ മൂന്നാമത്തെ ആള് സൈൻ തന്നെയാണ്, പക്ഷെ 5π/6 ആണ്. അപ്പോൾ താഴെ വലുതും മുകളിൽ ചെറുതുമാണ്. മുകളിൽ ചെറുതാണ്. ഇങ്ങനെ വന്നാൽ നമുക്കിവിടെ ചെറിയൊരു സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. മുകളിൽ ചെറുത് വന്നുന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? π-π/6 എന്ന് ഇവിടെ കൊടുക്കണം. എന്താ പറഞ്ഞത്? മുകളിൽ ചെറുതും താഴെ വലുതുമാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മുകളിൽ ചെറുതാണ്, അപ്പം മൈനസ് ചെയ്യുക. എങ്ങനെ മൈനസ് ചെയ്യുക? ഇവിടെ പൈ അല്ലേ, സോ പൈയിൽ നിന്ന് കുറയ്ക്കണം, π/6 എന്ന് കൊടുക്കുക. ഇതിൻ്റെ ആൻസർ സൈൻ പൈ മൈനസ് എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ആൻസർ സൈൻ ഇത് തന്നെയാണ്. അതൊരു റൂളാണ്. സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ മൈനസ് എക്സ്, സൈൻ പൈ ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ വന്നാൽ പൈ ആണെങ്കിൽ സൈൻ്റെ കൂടെ ഇവിടെ പൈ ആണ്. അതൊരു ഇക്വേഷനാണ്. സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്ര അറിഞ്ഞിരിക്കുക, സൈൻ്റെ കൂടെ പൈ ആണ്. ഇവിടെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആൻസർ സൈൻ ഇതാണ്, π/6 ആണ് കേട്ടോ. സൈൻ π/6 നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. സൈൻ π/6 എന്താ? 1/2. അപ്പോൾ ഈ കിടക്കുന്ന ആളുടെ ആൻസർ 1/2 ആണ്. കണ്ടോ? ഇതിൻ്റെ ആൻസർ ഇങ്ങനെ പോയിട്ട് വേണം ഇതിലേക്ക് എത്താൻ. ഇനി കോസ് π/4 നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. നാലാമത്തത് കോസ് π/4 നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. നോക്കിയൊക്കെ, കോസിൽ π/4 1/√2. കണ്ടോ? എല്ലാം കിട്ടി. ഇനി നമുക്ക് അതിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് 3 × sin π/6 ആണ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 3 × sin π/6 എന്താ കിട്ടിയത്? 1/2. സോ 3 × 1/2 ഇൻറ്റു ഇനി സീക്ക് π/3. സീക്ക് π/3 നമുക്ക് കിട്ടി 2 ആണ്. അപ്പോൾ ഇൻറ്റു 2 എന്ന് കൊടുത്തു. ഇത് മൂന്നും കൂടി ഇൻറ്റു ചെയ്തു. ഇവിടുത്തെ 3 എഴുതണം കേട്ടോ. മൈനസ് ഇനി 4 × സൈൻ 5π/6. സൈൻ 5π/6 എന്താ കിട്ടിയത്? 1/2. അപ്പോൾ ഇൻറ്റു 1/2. ഇനി കോസ് π/4 നമുക്ക് കിട്ടി 1/√2. അതും കൊടുക്കുക. നമുക്ക് 1 കിട്ടണം. അപ്പോഴാണ് 3 മാർക്ക് കിട്ടുള്ളൂ. ഇവിടെ 2 പോയാൽ 1 × 3 3. ഇനി ഇവിടെ നമുക്ക് 4ഉം 2ഉം കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് വരും. 4/2 എന്താണ്? 2. മുകളിൽ 1 × 1 1 ആണ്. 4/2 2 എന്ന് വന്നു. അത് മുകളിലാണ് വരിക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തോ. 1 × 1 × 4 അല്ലേ? 1 × 1 × 4 എന്താ? 4. 4/2√2 എന്ന് പറഞ്ഞാൽ എന്താ? 4/2 2. 2/2√2 എന്ന് നമുക്ക് മുകളിൽ വരും. ഇത് ഓരോ വാല്യൂസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആദ്യം 3 × 1/2 ഇൻറ്റു 2, പിന്നെ 4 × 1/2 ഇൻറ്റു ഈ ഒരു വാല്യൂ കോട്ട് π/4. ഇവിടെ കോസ് അല്ല കേട്ടോ, ക്വസ്റ്റ്യനിലെ കോട്ടാണ്. ഞാനിവിടെ എഴുതി തെറ്റിയിട്ടുണ്ട്.
ചോദ്യം നോക്കിയാൽ കോട്ട് π/4 എന്നാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇത് കോസ് എന്നായിപ്പോയി. കോട്ട് π/4 ആണ്. കോട്ട് π/4. അപ്പോൾ കോസ് അല്ല, തെറ്റിയിട്ടുണ്ട്. കോട്ട് π/4 ആണ്. ടാൻ π/4 നോക്കിയാൽ മതി. ടാൻ π/4 1 ആണെങ്കിൽ കോട്ട് π/4 1 ആയിരിക്കും കേട്ടോ. അപ്പോൾ കോട്ട് π/4 ആണ് ലാസ്റ്റ്, അതും 1 തന്നെയാണ്. ടാൻ π/4 ആണെങ്കിൽ കോട്ട് π/4 1 ആണ് വരിക. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റാം. ഒന്നുകൂടെ ചെയ്യാൻ നോക്കിക്കോ. ചോദ്യം ഇതായിരുന്നു. അതിലെ 3 × sin π/6 1/2 എന്ന് കൊടുത്തു. ഇൻറ്റു സീക്ക് π/3. സീക്ക് π/3 നമുക്ക് കിട്ടിയത് 2 ആണ്. ആ 2 കൊടുത്തു. -4 × sin 5π/6. 5π/6 എന്താ 1/2 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചോദ്യം ഒന്ന് തെറ്റിപ്പോയിരുന്നു. കോട്ട് π/4 എന്നാണ്. കോസ് അല്ല, കോട്ട് π/4 1 ആണ്. ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 2 പോയിട്ട് 1 × 3 3. ഇനി ഇവിടെ 1 × 1 × 4 4. 4/2 എന്ന് പറഞ്ഞാൽ 3 - 4/2. 4ന്റെ പകുതി 2. ആൻസർ 1. കണ്ടോ, നമുക്ക് 1 കിട്ടി. അപ്പോൾ ഈ ഓരോ പീസും കണ്ടുപിടിക്കണം നോക്കുക. ഇത് നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ കോസ് π/3 തിരിച്ചിട്ടാൽ മതി. ഇത് നിങ്ങൾ നോക്കണം. മുകളിൽ ചെറുതാണെങ്കിൽ π - π/6 ചെയ്യാം. വലുതാണെങ്കിൽ π+ ചെയ്യൂ കേട്ടോ. സോ സൈൻ π എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വന്നാൽ അതിൻ്റെ ആൻസർ സൈൻ ഇതാണ്. ഇത് ടേബിളിൽ നിന്ന് കിട്ടും. പിന്നെ കോട്ട് π/4 കാണാൻ ടാൻ π/4 1 ആണ്. അത് തിരിച്ചിട്ടാൽ കോട്ട് π/4 കിട്ടും. അതും നമുക്ക് 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിതാ കിട്ടി. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സംഭവം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ടേബിൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ടേബിൾ അറിഞ്ഞെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസർ ഇങ്ങനെ കിട്ടുള്ളൂ. അതിൽ തന്നെ നമുക്കൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അത് നോക്കിക്കോ. ഇതാണ് ചോദ്യം, 3 മാർക്കിൻ്റെ. cos x + cos 3x + cos 2x മുകളിൽ, താഴെ sin 4x sin 3x sin 2x. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ആൻസർ കോട്ട് 3x എന്ന് കിട്ടണം. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോദ്യം ഒന്ന് എഴുതുന്നുണ്ട്. മുകളിൽ തന്നിട്ടുള്ളത് cos 4x + cos 3x + cos 2x ഡിവൈഡഡ് ബൈ sin 4x sin 3x sin 2x. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ചെയ്യുമ്പോൾ കോട്ട് 3x നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ഇവിടെ നമ്മൾ 4ഉം 3ഉം ഒരുമിച്ചെടുക്കരുത്. അത് 7 ആണ്. 7ന്റെ പകുതി കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഫസ്റ്റും ലാസ്റ്റും ഇവരെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ, ആൻസർ ചെയ്ത് വരുമ്പോൾ 4ഉം 3ഉം ഒറ്റ സംഖ്യകൾ അടുപ്പിച്ച് വരരുത്. പകരം എന്ത് ചെയ്യുക, cos 4x + cos 2x ഒരുമിച്ചെടുക്കാം. ഇതിനിങ്ങോട്ട് മാറ്റി നിർത്താം. cos 3x മാറ്റി നിർത്താം. അതേപോലെ താഴെ നമുക്ക് അതുപോലെ എഴുതാം. താഴെ sin 4x ഒപ്പം ആരെ എഴുതുക, sin 2x എഴുതാം. ആരെ മാറ്റുക, ഈ 3x മാറ്റി നിർത്തുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവരെ ഓരോ ഗ്രൂപ്പ് ആക്കുക. 4ഉം 2ഉം 6 ആണ്. അങ്ങനെ കുഴപ്പമില്ല, 6 വരാം, ഈവൻ നമ്പേഴ്സ് വരാം. പക്ഷെ 4ഉം 3ഉം ഒന്ന് 7 വരരുത്, ഒറ്റ സംഖ്യ വരരുത്. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒറ്റ സംഖ്യകൾ 3ഓ 5ഓ ഒക്കെ ആണെങ്കിൽ നീക്കി നിർത്താം. 3 എണ്ണം വന്നാലേ ബാക്കി 2 ആൾക്കാരെ ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, cos 4x + cos 2x ആണ്. അപ്പോൾ cos x + y ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ sin x + y ഇക്വേഷൻ യൂസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നില്ലേ കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണ്ടോ, cos x + y ഇക്വേഷൻ ഇതാണ്, sin x + y ഇക്വേഷൻ ഇതാണ്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇക്വേഷൻസ് പഠിക്കണം. അപ്പോൾ നമുക്കിത് നോക്കാം. cos 4x + cos 2x ആണ് മുകളിൽ. അതിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് നോക്കേണ്ടത്. ഇത് എക്സ് ആയിട്ട് എടുക്കാം, ഇതിന് വൈ ആയിട്ട് എടുക്കാം. ഇത് എക്സ്, ഇത് വൈ. അപ്പം എന്താണ് ഇക്വേഷൻ, 2 cos x + y/2 എന്നാണ് മുകളിൽ. ഇത് രണ്ടാണ് നമ്മൾ നോക്കണേ. ഇത് നോക്കിയിട്ടില്ല, ഇത് മാത്രം. സോ cos x + y എന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. cos x + y എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടി കൂട്ടാൻ 4ഉം 2ഉം കൂടി കൂട്ടുക /2. ഇനി cos x - y ആണ്, 4ഉം 2ഉം കൂടി കുറയ്ക്കുക /2. ഇവിടെയുള്ള ഈ cos 3x അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഡിവൈഡഡ് ബൈ, ഇനി താഴെ sin x + sin y ആണ്. sin x + sin y ഇക്വേഷൻ അറിയോ, 2 sin x + y/2 കൊടുക്കാം. x + y/2. ഇനി ഇവിടെ ഉള്ളത് cos ആണ്. cos x - y/2.
4x മൈനസ് 2x/2. കണ്ടോ, ഇക്വേഷൻ നിർബന്ധമായിട്ട് അറിയണം. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക, രണ്ട് കോസ് കൂട്ടാണ് ആഡ് ചെയ്യാണ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ 2 cos x plus y/2 cos x minus y/2 ആണെന്ന് അറിഞ്ഞിരിക്കുക. എക്സും വൈയും ഇട്ട് കൊടുക്കുക. താഴെ സൈൻ എക്സും സൈൻ വൈ ആണ്. അതിൻ്റെ ഇക്വേഷൻ 2 sin x plus y/2 cos x minus y/2 ആണ് ഇക്വേഷൻ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞു വെച്ചാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മളിവിടെ ഇട്ട് കൊടുത്തു. ഈ രണ്ടാൾക്കാർ ഞാൻ എടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെയ്യാം. സോ ഇവിടെ 2 വേഗം പൊക്കോട്ടെ. ഇനി ഇവിടെ 4ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 6 അല്ലേ? 4ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. 4 2ഉം 6. 6ൻ്റെ പകുതി കാണാൻ പറ്റും 3. കണ്ടോ, അതുകൊണ്ടാണ് ഞാൻ 4നെയും 2നെയും ഒരുമിച്ചിട്ടത്. 4ഉം 2ഉം 6, 6ൻ്റെ പകുതി 3. ഇനി ഇവിടെ കോസ് 4x മൈനസ് 2x. 4ന് 2 കുറച്ചാൽ ബാക്കി 2x/2. 2 ക്യാൻസൽ ചെയ്താൽ x എന്ന് വരും. അതേപോലെ താഴെ 4ഉം 2ഉം കൂടി പ്ലസ് ചെയ്യുക. 4 + 2 6, 6ൻ്റെ പകുതി 3. അപ്പം സൈൻ 3x എന്ന് വന്നു. ഇവിടെ 4 മൈനസ് 2, 4ന് 2 പോയാൽ 2, 2/2 എന്ന് പറഞ്ഞാൽ x ആണ്, കോസ് x ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഈ സെക്ഷൻ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ആ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി നമുക്കിവിടെ എഴുതാനുണ്ട്. നമ്മളിതാ ഇവരെയാണ് ഗ്രൂപ്പ് ഇത് ചെയ്തത്. ഇത് രണ്ടും എടുത്തിട്ട് ചെയ്തു, ഇത് രണ്ടും എടുത്തിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഈ അറ്റത്തുള്ള രണ്ടാൾക്കാരെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, മാറ്റി നിർത്തിയിരുന്നു. കോസ് 3x സൈൻ 3x നമ്മൾ ഇതുപോലെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ നമുക്കിനി അവിടെ കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് സിമ്പിളാണ്. രണ്ടിലും കോസ് 3x കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ കോസ് 3x നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇതിനെയും പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ഒരു കോസ് x ഉണ്ട്, പ്ലസ് ഇതിന് പുറത്തേക്ക് പോയാൽ അവിടെ ഒരു 1 ഒന്നും വരും കേട്ടോ. ഇനി താഴെ സൈൻ 3x സൈൻ 3x നമുക്ക് പുറത്തേക്ക് എടുക്കാം. സൈൻ 3x പുറത്തേക്ക് പോയാൽ ബാക്കി ഇവിടെ ഒരു കോസ് x ഉണ്ട്. ഇത് ഇവിടുന്ന് പുറത്ത് പോയാൽ 1 വരും. ഇത് രണ്ടും നമുക്ക് ഒരേപോലത്തെ വെട്ടിക്കളഞ്ഞാൽ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ അത് കോട്ടാണ് കേട്ടോ. പഠിച്ചു വയ്ക്കുക, കോട്ട് 3x. എവിടെയെങ്കിലും കോസ് ബൈ സൈൻ എന്ന് വന്നാൽ അതാരാണ്? കോട്ടാണ്. കോസ് ബൈ സൈൻ കോട്ട്. അതല്ലേ നമ്മുടെ ചോദ്യം. ഇതിലേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, കോട്ട് 3x കിട്ടണം, നമുക്ക് കിട്ടി. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, 4ഉം 2ഉം ഒരുമിച്ച് ഇടുക. 3 ആണെങ്കിൽ ഒന്ന് മാറ്റി നിർത്തുക. ഇവർക്ക് ഇക്വേഷൻ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ മാറ്റി നിർത്തിയ ആൾക്കാരെ എടുക്കുക. കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുത്ത് വെട്ടിക്കളയുക കേട്ടോ. നന്നായി എഴുതി പഠിക്കുക ഈ ചോദ്യങ്ങൾ. ഇങ്ങനത്തെ മാക്സിമം പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി പഠിക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. സൈൻ 315 ഡിഗ്രി എന്താണ്? ഇതാണ് ചോദ്യം. എന്താണ് സൈൻ 315 ഡിഗ്രിയുടെ വാല്യൂ എന്നിവർ പറഞ്ഞേക്കാണ്. നമുക്കപ്പോൾ സൈൻ 315 എന്താണ്, അത് നമുക്കൊന്ന് ആൻസർ കിട്ടണം. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടണം. അപ്പോൾ സൈൻ ഒറ്റ മാർക്കേ ഉള്ളൂ, വലിയാണ്. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സൈൻ 315 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്കിത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു പോയിന്റ് പോലെയുള്ള സംഭവമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോയിന്റ് ആക്കാനല്ല ഇവിടെ പറയണത് കേട്ടോ. ഒരിക്കലും ഇവിടെ പോയിന്റ് ആക്കി ചെയ്യാനല്ല പറയണേ. നമുക്കതിനെ ഈ ഓപ്ഷൻസിൽ ഏതിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് പറയണേ. ഓക്കെ, സോ അത് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അടുത്തത്, പ്രൂവ് ദാറ്റ് 2 sin square π/6 പ്ലസ് cosec square 7π/6 ഇൻറ്റു cos square π/3. നേരത്തെ ചെയ്തതുപോലെ കണ്ടോ, π/6ഉം π/3 ഇതിലൊക്കെ ഇട്ട് കൊടുക്കുക. 3/2 എന്നുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് കിട്ടണം. 3/2 എന്നുള്ള ആൻസറിലേക്ക് കിട്ടുക, അതാണ് ഇവിടെ പറയണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ 315 ഡിഗ്രി. എന്താണ് സൈൻ 315 ഡിഗ്രി എന്ന് നോക്കാം. 315 ഡിഗ്രിയുടെ ആൻസർ നോക്കാം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? അവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. സൈൻ 315 ഡിഗ്രി വലിയ സംഭവമാണ് വന്നിട്ടുള്ളത്. കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കരുത്, വലിയൊരു ആൻസർ പോയിന്റ് ആണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ പോയിന്റ് വരും. അപ്പോൾ ഇതിൽ ഓരോന്നും പിന്നെ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുക്കുക. ഇതിലേതാണ് പോയിന്റ് പോലെ വരുന്നത് നോക്കിയാലും മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ.
സോ നമുക്ക് സൈൻ 315 ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. സൈൻ 315 ഡിഗ്രി ഇത് കാണാൻ പറഞ്ഞാൽ ഈ 315 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കിട്ടാന്ന് അറിയോ? സൈൻ 45ഉം 360ഉം കൂടി കണക്ട് ചെയ്യാൻ പറ്റും. 360ന് 45 കുറച്ചാലാണ് 315 കിട്ടുക. അപ്പം 300 സംതിങ് വന്നാൽ 360 വെച്ചിട്ട് വേണം ചെയ്യാൻ. 360 എന്ന് പറഞ്ഞാൽ അത് 2π ആണ്. പൈ എന്ന് പറഞ്ഞാൽ 180ഉം 2π ആണ് 360. അപ്പോൾ വലിയൊരു വാല്യൂ ആണെങ്കിൽ 300 സംതിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 360 എടുക്കുക, 2π എടുക്കുക. 2π എടുത്തിട്ട് വേണം 360ന് 45 കുറച്ചാൽ 315 കിട്ടും. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ആൻസർ ഇതേപോലെ വന്നാൽ ഇതിൻ്റെ ആൻസർ 360 നോക്കണ്ട, സൈൻ -45 ആണ്. നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സൈൻ 2π -x ഇങ്ങനെ വന്നാൽ ഇക്വേഷൻ അത് സൈൻ -x ആണ് കേട്ടോ. ഇതൊരു ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്, അറിഞ്ഞിരിക്കുക. ഇങ്ങനത്തെ ഒരുപാട് ഇക്വേഷൻസ് ഈ പാഠത്തിലുണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ 2π -x എന്ന് പറഞ്ഞാൽ അത് സൈൻ -x ആണ് കേട്ടോ. അപ്പോൾ സൈൻ -45 ആണ്. സൈൻ 45 ഡിഗ്രി, സൈൻ 45 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയ ടേബിൾ ഇല്ലേ, അതിൽ നിന്ന് കിട്ടും. ഇതാണ് 45 ഡിഗ്രി, π/4. ഇത് നമുക്ക് 30 ഡിഗ്രി, 45, ഇത് 60, ഇത് 90, ഇങ്ങനെയാണ്. അപ്പോൾ സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 1/√2 കേട്ടോ. അപ്പോൾ സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 എന്നാണ് ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസിൽ നിന്ന് -1/√2 ഇതാണ് ആൻസർ വരിക, -1/√2. ഓക്കെ, അത് മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ നോക്കാം, 300 സംതിങ് ആണെങ്കിൽ 360 എടുക്കുക, എന്നിട്ട് 360 45 കുറയ്ക്കണം. സോ 360 നോക്കണ്ട, സൈൻ ഇങ്ങനെ ആയിട്ട് മാറും. അതൊരു ഇക്വേഷനാണ്. ഇനി അതിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് ഇതാണ്. 2 sin square π/6 പ്ലസ് cosec square 7π/6 ഇൻറ്റു cos square π/3. ഇത് ചെയ്യുമ്പോൾ 3/2 നിങ്ങൾക്ക് കിട്ടണം. അപ്പം ഞാനിതാ ഇവിടെ ആ പേജ് ഒന്ന് കീറാം, നമുക്ക് ആ ടേബിൾ വേണം. നിങ്ങളെപ്പോഴും ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ആ ടേബിള് സൈഡിലോ വേണമെങ്കിൽ ആൻസർ ഷീറ്റിലോ ഈ ടേബിൾ എഴുതി വെക്കാം. എന്നാൽ അപ്പം നിങ്ങൾക്ക് ഈ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നാൽ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ വേഗം നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കി നോക്കാം. സോ ഇവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഓരോ പീസും നമുക്ക് കാണാം. ആദ്യം സൈൻ π/6 വന്നിട്ടുണ്ട് അല്ലേ, സൈൻ π/6 എന്നുള്ളൊരു സംഭവം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. സൈൻ π/6 കാൽക്കുലേറ്ററിൽ ടേബിൾ നോക്കാം. സൈൻ π/6 എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 1/2 എന്ന് കൊടുത്തു. ഇനി കൊസീക് സ്ക്വയർ 7π/6 ആണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. കൊസീക്ക് സ്ക്വയർ 7π/6 കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കൊസീക്ക് എഴുതിക്കോ. ഈ 7π/6 സ്ക്വയർ ചെയ്യാൻ പറ്റേ ആദ്യം കൊസീക്ക് 7π/6 കാണാം. കൊസീക്ക് എഴുതിക്കോ. 7π/6 എന്ന് പറഞ്ഞാൽ 7 മുകളിൽ വലുതാണ്. മുകളിൽ വലുത് വന്നാൽ π+π/6 എന്ന് കൊടുക്കാം. ചെറുതാണെങ്കിൽ π- ആണ്. ഇവിടെ വലുതാണ്, സോ π+π/6 എന്ന് കൊടുത്താൽ ഇതിൻ്റെ ആൻസർ നമുക്ക് വരിക ഇങ്ങനെ വന്നാൽ. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. കൊസീക്ക് π+ എന്തെങ്കിലും വന്നാൽ അതിൻ്റെ വാല്യൂ മൈനസ് കൊസീക്ക് π/6 ആണ് കേട്ടോ. ഇങ്ങനെ എടുക്കുക, പൈ നോക്കണ്ട, ഇങ്ങനെ എടുക്കുക, പക്ഷെ മൈനസ് ഉണ്ട്. കൊസീക്ക് π/6 മൈനസ് കൊസീക്ക് π/6 ആണ് കണ്ടുപിടിക്കേണ്ടത്. കൊസീക്ക് കാണാൻ സൈനിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. സൈൻ എന്താണോ, സൈൻ π/6 എന്താന്ന് നോക്കുക, അതിനെ തിരിച്ചിട്ടാൽ കൊസീക്ക് കിട്ടും. സൈൻ π/6 നോക്കിയാൽ സൈൻ π/6 എന്താ? 1/2. അതിന് തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. സൈൻ π/6നെ തിരിച്ചിടാം. സൈൻ π/6 1/2, അത് തിരിച്ചിടുമ്പോൾ 2/1, അതായത് 2 -2 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി, ഇതിൻ്റെ ആൻസർ കിട്ടി. ഇനി കോസ് π/3, ഞാൻ സ്ക്വയറിങ് ഒന്നും ചെയ്തിട്ടില്ല, സ്ക്വയറിങ് നമുക്ക് ചെയ്യാം. ആദ്യം ഓരോ വാല്യൂസ് എഴുതാം. കോസ് π/3, കോസ് π/3 ഇതല്ലേ π/3, 1/2 ആണ് കോസ് π/3. അപ്പം നമുക്ക് ഓരോ പീസും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ഇവിടെ എഴുതാം കേട്ടോ. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ 2 ഇൻറ്റു സൈൻ സ്ക്വയർ π/6 ആണ്. സൈൻ π/6 എന്താ? 1/2, അതായത് 1/2ൻ്റെ സ്ക്വയർ. ഇനി കൊസീക് സ്ക്വയർ 7π/6 ആണ്. നമുക്ക് കൊസീക് 7π/6 കിട്ടി -2, സോ -2ൻ്റെ സ്ക്വയർ.
ഇൻറ്റു കോസ് സ്ക്വയർ π/3 ആണ്. കോസ് π/3 എന്താ 1/2 ആണ്. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ. ഇത് നമുക്ക് ചെയ്യാം. 3/2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 2 ഇൻറ്റു 1/4. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഇനി ഇവിടെ -2ൻ്റെ സ്ക്വയർ 4 ആണ്. 1/2ൻ്റെ സ്ക്വയറോ 1/4 ആണ്. ഇവിടെ 4 ക്യാൻസൽ ചെയ്താൽ 1 ഇൻറ്റു 2 2/4 പ്ലസ് 1 എന്ന് വരും. 2/4 നമുക്കൊന്ന് വെട്ടി ചെറുതാക്കിയാൽ 1/2 എന്നാണ് വരിക. 1/2 പ്ലസ് 1. 2/4 ചെറുതാക്കുമ്പോൾ 1/2. നിന്ന് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2 2, അതായത് 3/2. കണ്ടോ, നമുക്ക് കറക്റ്റ് 3/2 എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പ്രൂഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് നമ്മൾ ആ ഒരു ആൻസറിലേക്ക് എത്തി. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ നന്നായി എഴുതി പഠിക്കുക. പിന്നെ കുറച്ചധികം ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് ഈ പാഠത്തിൽ ഉണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലംസിൽ വരുന്ന ഇക്വേഷൻസ് എങ്കിലും നിങ്ങൾ ഒപ്പം പഠിച്ചു പോവുക. sin 2π/ എന്തെങ്കിലും വന്നാൽ എന്താണ്? ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, കൊസീക്ക് π/ എന്തെങ്കിലും വന്നാൽ അത് മൈനസ് കൊസീക്ക് ആണ്. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കാനായിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ചോദ്യം ഇതാണ്. പ്രൂവ് ദാറ്റ് sin x മൈനസ് sin y ബൈ cos x പ്ലസ് cos y ചെയ്യുമ്പോൾ tan x മൈനസ് y/2 എന്ന് കിട്ടണം. പിന്നെ cos 75 എന്താണെന്നുമാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 3 മാർക്കിൻ്റെ ചോദ്യമാണ്. sin x മൈനസ് sin y ബൈ cos x പ്ലസ് cos y ചെയ്തു വരുമ്പോൾ tan x മൈനസ് y/2 എന്ന് നമുക്ക് കിട്ടണം. നമുക്കൊരു സൈഡ് ചെയ്യാം. ആദ്യം sin x മൈനസ് sin y ബൈ cos x. ഇവിടെയൊക്കെ നമ്മൾ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. sin x മൈനസ് sin yയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയാലോ. ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതിതാണ് 2 cos x പ്ലസ് y/2 sin x മൈനസ് y/2 ആണ് ഇക്വേഷൻ. താഴെ cos x പ്ലസ് cos yയുടെ ഇക്വേഷൻ 2 cos x പ്ലസ് y/2 cos x മൈനസ് y/2 ആണ് ഇക്വേഷൻ. 2 ക്യാൻസൽ. cos x പ്ലസ് y/2 cos x പ്ലസ് y/2 ക്യാൻസൽ ചെയ്താൽ ബാക്കി sin ബൈ cos എന്ന് പറഞ്ഞാൽ എന്താ? tan x മൈനസ് y/2. ആൻസർ കിട്ടി. സിമ്പിൾ ചോദ്യമാണ്. 2 മാർക്കിന് കേട്ടോ. sin ബൈ cos tan അല്ല, tan x മൈനസ് y/2 നമുക്ക് കിട്ടി. അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ് cos 75 ഡിഗ്രി? ഇത് വലിയ സംഭവമൊന്നുമല്ല. 300 സംതിങ്. നമ്മൾ നേരത്തെ 315 ചെയ്തു. ഇവിടെ 300 സംതിങ് വന്നിട്ടുള്ള 75 വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 75. അപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള 90, 60, 45 അത്തരം സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടേബിൾ ഇവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. 75 ഡിഗ്രി നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 75 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് 90 ഡിഗ്രി എന്നുണ്ട്. 45 എടുക്കാം, 60 എടുക്കാം, 30 എടുക്കാം. ഇതിൽ ഏതെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം 75 എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് 45, 30 എടുത്താൽ മതി അല്ലേ. അപ്പോൾ കോസ് 45 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി എന്ന് എടുത്താൽ മതി 75-ന്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു 315-ൻ്റെ ചോദ്യം ചെയ്തിരുന്നു. ഓക്കെ, അത് വേറൊരു പേപ്പറിലായിരുന്നു അല്ലേ. അത് പോട്ടെ, അത് നോക്കിക്കോളൂ. ഇത് 75 ആണ്. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷനാണ് കൊടുക്കുക. അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. കോസ് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കോസ് എക്സ്, എക്സ് ആരാ 45, കോസ് 45 ഇൻറ്റു കോസ് വൈ, വൈ ആരാ 30, ഇത് എക്സ് ഇത് വൈ. എക്സിൻ്റെ സ്ഥാനത്ത് 45 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 30 ഡിഗ്രിന്ന് കൊടുക്കുക. മൈനസ് സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് 45, വൈയുടെ സ്ഥാനത്ത് 30. ഈ വാല്യൂസ് നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് തന്ന ടേബിളിലുണ്ട് ഓരോന്നിൻ്റെ വാല്യൂ. ആദ്യം എന്താ കിട്ടേണ്ടത്? കോസ് 45 ഇതാ. കോസ് 45 ഡിഗ്രി എത്രയാണ്? 1/√2. കണ്ടോ, ഈ ടേബിൾ അറിഞ്ഞിരിക്കണം. ഇനി കോസ് 30 ടേബിളിൽ നിന്ന് കിട്ടും. കോസ് 30 √3/2. സൈൻ 45 1/√2, സൈൻ 30 1/2. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. സൈൻ 30 സൈൻ 45 കേട്ടോ. അപ്പോൾ ഈ ടേബിൾ ഡിഗ്രീസ് വെച്ചിട്ടും അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ സിമ്പിളാണ്. 1 × √3 √3, 2 √2 അതുപോലെ തന്നെ ഇട്ടോ. ഇവിടെ 1 × 1 1, 2 √2 എന്ന് കൊടുത്തു. സോ ആൻസർ
√3 - 1 മുകളിൽ ഒരുമിച്ച് മൈനസ് ചെയ്യുക, താഴെ സെയിം ആയതുകൊണ്ട് 2√2 എന്ന് കൊടുക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും വരാം. സപ്പോസ് 75 പകരം ചിലപ്പോൾ നിങ്ങൾക്ക് 15 ഡിഗ്രി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 എടുക്കാം. ഒന്നെങ്കിൽ 30ഓ 45ഓ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ 15 ഡിഗ്രി എന്ന് വന്നെന്ന് വിചാരിക്കുക, കോസ് 15 ഡിഗ്രി. അപ്പോൾ എന്താ ചെയ്യുക, കോസ് നമുക്ക് 45-ന് 30 ഡിഗ്രി കുറച്ചാൽ മതി. അപ്പോൾ കോസ് x - yയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ കോസ് x + y ആണ്, ഇവിടെ കോസ് x - yയുടെ ഇക്വേഷൻ എഴുതുക, ഓരോന്നിട്ട് കൊടുക്കുക, ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. കുറച്ച് ടഫുള്ള സെക്ഷൻസ് തന്നെയാണ്. അപ്പോൾ ആദ്യം നന്നായി ഓരോ ക്വസ്റ്റ്യൻസ് നന്നായി ഒരു 4ഓ 5ഓ തവണ എഴുതി പഠിച്ചെങ്കിലാണ് ഇത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ നന്നായി എഴുതി പഠിക്കണം ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.